സൂര്യപ്രകാശം കടന്നു വരാത്ത ആ ജയിലിന്റെ ഇരുണ്ട ഇടനാഴിയിൽ നിന്ന് അയാള് ഒന്ന് നെടുവീർപ്പിട്ടു. നീണ്ട 8 മാസങ്ങൾ എത്ര പെട്ടെന്നാണ് കടന്നുപോയത്. ഇനി ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്ക് 24 മണിക്കൂർ മാത്രം. എന്റെ നാസികത്തുമ്പുകൾക്ക് പ്രാണവായു വലിച്ചെടുക്കുവാനുള്ള സമയം. എവിടെയാണ് തനിക്ക് പിഴച്ചത്? അയാളുടെ ഓർമ്മകൾ കാലങ്ങൾക്ക് പിറകിലേക്ക് സഞ്ചരിച്ചു. ബാപ്പാക്കും ഉമ്മാക്കും ഏകമകനായി അവരുടെ സ്നേഹവാത്സല്യങ്ങളോടെയാണ് ഞാൻ വളർന്നത്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബാപ്പ നെഞ്ചുകുത്തി തലകറങ്ങി വീണതോടെ പഠനം നിന്നു. ബാപ്പാക്ക് പകരം പാറക്കോറയിൽ നിന്ന് ചിതറിത്തെറിക്കുന്ന കരിങ്കല്ല് കഷ്ണങ്ങൾ വണ്ടിയിലേക്ക് കയറ്റുന്ന ജോലി എനിക്കായി. പൊരിവെയിലത്ത് ശരീരം തളരുമ്പോഴും ഞാൻ കഷ്ടപ്പെടുന്നത് എൻ്റെ കുടുംബത്തിനാണെന്ന് കരുതി സമാധാനിച്ചു. തൻ്റെ ഭാര്യയായി റെജീന ജീവിതത്തിലേക്ക് കടന്നു വന്നതോടെ ജീവിതത്തിനും അർത്ഥം വച്ചു. സന്തോഷകരമായ നാളുകൾ. എന്നാൽ ബാപ്പ ശ്വാസം കിട്ടാതെ പിടയുന്നത് കണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് കേട്ട് ഞാൻ നടുങ്ങി. ബാപ്പയുടെ ജീവൻ രക്ഷിക്കാൻ ശസ്ത്രക്രിയ നടത്തണമെന്ന്. ഭാരിച്ച തുക എങ്ങനെയുണ്ടാക്കുമെന്നറിയാതെ ഞാൻ കുടുങ്ങി. ഒടുവില് ഭാര്യയുടെ കെട്ടുതാലി വരെ വിറ്റ് ഒരു വിസ സംഘടിപ്പിച്ചു. ഏതൊരു പ്രവാസിയുടെയും ഇടനെഞ്ച് തകരുന്ന ആ നിമിഷം. പൂർണ്ണഗർഭിണിയായ ഭാര്യയോടും മാതാപിതാക്കളോടും യാത്ര പറയുമ്പോൾ മനസ്സ് തേങ്ങുകയായിരുന്നു. വാതിലിന്റെ മറവിൽ നിന്ന് നിറവയറും താങ്ങി ചോർന്നൊലിക്കുന്ന മിഴികളുമായി പ്രതീക്ഷാനിർഭരമായ കണ്ണുകളോടെ തന്നെ നോക്കി നിൽക്കുന്ന ഭാര്യ. ഇതുവരെ മകനെ പിരിഞ്ഞിരിക്കാത്ത ഉമ്മ മുഷിഞ്ഞ തട്ടം കൊണ്ട് കണ്ണീര് തുടയ്ക്കുന്നു. ചുമച്ചു തളർന്ന വാപ്പ താൻ കാരണമല്ലേ മകന് ഗൾഫിലേക്ക് പോവേണ്ടി വന്നത് എന്നോർത്ത് കുറ്റബോധത്തോടെ തലതാഴ്ത്തി നിൽക്കുന്നു. ഗൾഫുകാരനാവാൻ പോകുന്ന തന്നെ വേലിക്കരിയിൽ കൂടിയ അയൽവാസികൾ അസൂയോടെ നോക്കി നിൽക്കുന്നു. ഉമ്മറത്ത് നിന്നും ജീപ്പിലേക്ക് എത്തും വരെ എത്ര തവണ തിരിഞ്ഞു നോക്കി എന്നെനിക്കറിയില്ല. ജീപ്പിലെത്തിയതും പൊട്ടിക്കരഞ്ഞു ഞാൻ. മുന്നോട്ടു പോകുന്ന വാഹനത്തിന്റെ വേഗതയ്ക്കനുസരിച്ച് എല്ലാം പിന്നിലേക്ക് നീങ്ങുകയാണ്. ഞാൻ ചാടിത്തിമിർത്ത പുഴയും ദിവസവും ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്ന മഖാമും നമസ്കാരപ്പള്ളിയും ഓടിക്കളിച്ച പാടവും കൊല്ലാകൊല്ലം പൂരം നടക്കുന്ന അമ്പലവും എല്ലാം തനിക്ക് അന്യമാവുകയാണ്. ഇനി നീണ്ട 2 വർഷങ്ങൾ മരുഭൂമിയിൽ. എയർപോർട്ടിൽ ആരുമില്ലാതെ വിഷണ്ണനായി നിൽക്കുമ്പോഴാണ് തന്റെ വിധി നിർണയിച്ച ചീട്ടുമായി അയാൾ വന്നത്. കൂനിക്കൂടി ഊന്നുവടിയുടെ സഹായത്തോടെ വന്ന ഒരു വൃദ്ധന് ജിദ്ദയിലേക്കാണെന്നറിഞ്ഞപ്പോൾ തന്റെ മകന് അപസ്മാരത്തിനുള്ള ഗുളികകളാണ്, ഒന്ന് അവന് കൊടുക്കുമോ, അവന് എയർപോർട്ടിൽ വരും എന്ന് ദയനീയമായി അയാൾ പറഞ്ഞപ്പോൾ നിഷേധിക്കാൻ കഴിഞ്ഞില്ല. ആ പൊതി വാങ്ങി ഹാൻഡ് ബാഗിലിട്ടു. ഫ്ലൈറ്റ് ഇറങ്ങി ഇവിടെ കാല് കുത്തിയപ്പോഴേക്കും ഓടിയെത്തിയ പോലീസുകാര് തന്നെ ഈ ജയിലിലേക്ക് എത്തിച്ചു. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ആ വൃദ്ധന് ചതിക്കുകയായിരുന്നു എന്ന്. അയാൾ തന്ന പൊതിയിൽ ബ്രൗൺ ഷുഗർ ആയിരുന്നു. പിന്നീട് കോടതിയും വിസ്താരവും അളവിൽ കൂടിയ മയക്കുമരുന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചതിന് കിട്ടിയത് മരണശിക്ഷ, തലവെട്ടല്. ഇരുമ്പ് വാതില് തുറക്കുന്ന ശബ്ദം, ബൂട്ടസിട്ട കാലുകള് തറയിൽ ഉരയുന്ന ശബ്ദം അടുത്തടുത്ത് വരുന്നു. കയ്യിൽ വെട്ടവുമായൊരു പോലീസുകാരൻ, കൂടെ ഒരു ഡോക്ടറും. ഡോക്ടർ നാടിമിടിപ്പ് നോക്കി, രക്തസമ്മർദ്ദവും ഹൃദയമടിപ്പും. കണ്ണു തുറന്ന് ടോർച്ചടിച്ചു നോക്കി. പാതി ചത്ത, മുഴുവൻ ചാവാൻ പോകുന്ന ഈ ശരീരത്തിന് എന്തിനാണ് മെഡിക്കൽ ഫിറ്റ്? എല്ലാം ഒക്കെ എന്ന് വിധിയെഴുതി തോളത്തൊരു തട്ട് തട്ടി ഡോക്ടർ കൂടെ പോലീസുകാരനും പോയി. ഇരുമ്പ് വാതിൽ അടയുന്ന ശബ്ദം. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു, തന്റെ വിധി നിർണയ ദിവസം. 4 പോലീസുകാരനും ഒരു മലയാളിയും ജയിലിനകത്തേക്ക് വന്നു. പോലീസുകാരന് എന്തോ അറബിയിൽ പറഞ്ഞു. മലയാളി അത് പരിഭാഷപ്പെടുത്തി. അവസാനമായി വല്ല ആഗ്രഹമുണ്ടോ? ഉണ്ട്, ഒരുപാട്. എന്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ എനിക്കൊന്ന് കാണണം. എന്റെ വിളിയും കാത്തു നിൽക്കുന്ന എന്റെ ജീവന്റെ പാതിയായ റെജീനയെ മാറോട് ചേർത്ത് ഒന്ന് പൊട്ടിക്കരയണം. പെറ്റുമ്മയോട് യാത്ര പറയണം. ആ നെറുകയിൽ ഒന്ന് ചുംബിക്കണം. അങ്ങനെ നിങ്ങളെക്കൊണ്ട് സാധിക്കാത്ത ഒരുപാട് ആഗ്രഹങ്ങൾ. അയാള് പൊട്ടിക്കരഞ്ഞു. ഒരു പോലീസുകാരൻ അയാൾക്ക് നേരെ ഫോൺ നീട്ടി. അയാളത് വാങ്ങി വീട്ടിലേക്ക് കോൾ ചെയ്തു. ഭാര്യയ്ക്ക് അയാളുടെ ശബ്ദം കേട്ടപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾക്ക് ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. എങ്കിലും അവളത് മറച്ചുവെച്ചു. നമ്മുടെ കുഞ്ഞുമോനാ, ഇക്ക പറഞ്ഞതുപോലെ ഇക്കയെ മുറിച്ചു വെച്ച പോലെയുണ്ട്. ആ കണ്ണും ആ മൂക്കും എല്ലാം ഭയങ്കര കുസൃതിയാ. അയാളുടെ നെഞ്ച് ഒന്ന് പിടഞ്ഞു. ഫോണിലൂടെ തന്റെ മോന്റെ ചിരി കേട്ടപ്പോൾ പടച്ചോനെ,
സ്വന്തം മോന്റെ മുഖം പോലും ഒന്നും കാണാൻ കഴിയാത്ത ഹതഭാഗ്യനാണല്ലോ ഞാൻ. അയാളുടെ സ്വരം ഇടറി, കണ്ണുകൾ നിറഞ്ഞൊഴുകി. എത്ര കഷ്ടപ്പെട്ടായാലും നമ്മുടെ മോനെ നീ വളർത്തണം. അവന് വലുതാവുമ്പോളേ അവനോട് പറയണം അവന്റെ ബാപ്പ ഒരു പാവമായിരുന്നെന്ന്, അവനെ ഒരുപാട് സ്നേഹിച്ചിരുന്നുവെന്ന്, എന്റെ പൊന്നുമോനെ കാണാൻ ഒരുപാട് കൊതിയുണ്ടായിരുന്നു എന്ന്. വാക്കുകൾ അയാളുടെ തൊണ്ടക്കുഴിയിൽ കുത്തുനിന്നു. കണ്ണുനീർ വീണു, കവള് നനഞ്ഞു. ഞാൻ യാത്ര പറയുകയാണ് റെജിന. ഇനി നമുക്ക് കാണാൻ കഴിയില്ല. നീ ഉമ്മാക്ക് ഫോൺ കൊടുക്ക്. എന്താ പറ്റിയേ എന്റെ പൊന്നുമോനെ? ആ മാതൃഹൃദയം ഒന്ന് വിങ്ങി. ഉമ്മ, ഒരു ഉറുമ്പിനെ പോലും ഞാൻ നോയിച്ചിട്ടില്ല. എന്നിട്ടും എനിക്ക് അവർ എന്തിന് ഈ ശിക്ഷ തന്നു ഉമ്മ? എനിക്ക് ജീവിക്കണം. ജീവിച്ച് കൊതി തീർന്നില്ല ഉമ്മ എനിക്ക്. അയാൾ പൊട്ടിക്കരഞ്ഞു. എനിക്ക് ജീവിച്ച് കൊതി തീർന്നില്ല. എനിക്ക് എൻ്റെ ഉമ്മയെ കാണണം. എനിക്ക് എൻ്റെ മോനെ കാണണം. മരിക്കാൻ പേടിയാണ് എനിക്കുമ്മ. അയാൾ കണ്ണുനീര് തുടച്ചു. എൻ്റെ ഉമ്മ, ഞാൻ പോവുകയാണ്. ഇനി നാം കാണില്ല. ഇതെന്റെ അവസാന വിളിയാണ്. പോലീസുകാരൻ ഫോൺ വാങ്ങി. തലയിൽ ഒരു കറുത്ത തുണിയിട്ട് മുഖം മൂടി തന്നെ എങ്ങോട്ടോ കൊണ്ടുപോകുന്നു. വിധി നടപ്പിലാക്കുവാൻ. പള്ളിമുറ്റത്തെ മൈതാന മധ്യത്തിൽ ആണ് ആ യാത്ര അവസാനിച്ചത്. ജുമാ കഴിഞ്ഞ് ആളുകൾ വട്ടമിട്ട് നിൽക്കുന്നു. ചിലര് മൊബൈൽ ക്യാമറ ഓൺ ആക്കി തയ്യാറായി നിൽക്കുന്നു. അയാളെ മുട്ടുകാലിലിരുത്തി കൈകൾ പിറകിലേക്ക് കെട്ടി തലയിൽ നിന്നും കറുത്ത തുണി മാറ്റി. നീണ്ട നരച്ച താടി വച്ച ഒരാള് വാളുമായി വന്നു. അന്തരീക്ഷത്തിലെ തക്ബീർ ധ്വനികൾ മുഴങ്ങുന്നു. മനസ്സിലേക്ക് ഉമ്മയുടെ മുഖം കയറി വന്നു. ആദ്യമായി ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ ഉമ്മ പറഞ്ഞു, വേദനിക്കില്ല മോനെ, ഇപ്പ തീരും, കണ്ണടച്ചോട്ടോ. അയാള് കണ്ണുകൾ ഇറുക്കി അടച്ചു. തന്റെ നെഞ്ചത്ത് തലവെച്ച് അവള് പറഞ്ഞത് അയാൾ ഓർത്തു. എന്നും എനിക്കിങ്ങനെ കിടക്കണം, മരിക്കുവോളം. അയാൾക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. വാള് പിടിച്ച അയാൾ നടന്നു നീങ്ങുകയാണ്. മരണത്തിന്റെ കാലച്ച അടുത്തടുത്തു വരുന്നു. അയാള് ഷഹാദത്ത് കലിമ ചൊല്ലി. തന്റെ തലക്ക് മുകളിലേക്ക് വാള് ഉയരുന്നത് അയാൾ അറിഞ്ഞു. അല്ലാഹു അക്ബർ. ആ വാള് ഒന്ന് ഉയർന്നു താണു. അയാളുടെ തലയോടൊപ്പം തെറിച്ചത് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങളും കൂടിയായിരുന്നു. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം അസ്ലം ചട്ടഞ്ചാൽ. ഷാഹുൽ മലയിൽ എഴുതിയ ഒരു പ്രവാസിയുടെ അസ്തമിച്ച സ്വപ്നം എന്ന കഥയുടെ ശബ്ദ ആവിഷ്കരണമാണ് നിങ്ങൾ കേട്ടത്. അവതരണം അസ്ലം ചട്ടഞ്ചാൽ. സമർപ്പണം ഇഷൽ ഫേസ്ബുക്ക്.